ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ACIO എന്നൊരു തസ്തികയുടെ നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളുമായിട്ടാണ്. അതായത് ബിരുദമുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണിത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്നും ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി മുതൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോസ്റ്റിന്റെ പേര് ACIO 2 അല്ലെങ്കിൽ EXE എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ജനറൽ സെൻട്രൽ സർവീസിൽ ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ സാലറി കിട്ടുന്ന ഉയർന്ന ശമ്പളമുള്ളൊരു തസ്തികയാണ്. കൂടാതെ ഇതിന് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് എന്ന് പറയുന്ന കൂടുതൽ പേയ്മെന്റും പല മേഖലകളിലും ലഭിക്കുന്നതാണ്. ഇനിയും ഇതിന്റെ വേക്കൻസികളാണ്. നിലവില് അൺറിസർവ്ഡ് കാറ്റഗറീസിന് 1537 വേക്കൻസികളും EWSന് 442 വേക്കൻസികളും OBCക്ക് 946 വേക്കൻസികളും SCക്ക് 566 വേക്കൻസികളും STക്ക് 226 വേക്കൻസികളും അങ്ങനെ 3717 വേക്കൻസികളാണ് ഈ ഒരു തസ്തികയിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ ഈ ഒരു തസ്തികയിലുള്ളത്. ഇനിയും ഈ ഒരു പോസ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കാരണവശാലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പാടില്ല, നിങ്ങളെ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു പരീക്ഷ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടത് എസൻഷ്യൽ യോഗ്യത എന്താണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും വേണ്ടത് ഒറ്റ യോഗ്യതയാണ്. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നേടിയിരിക്കുന്ന ഗ്രാജുവേഷൻ, അതായത് UGC അപ്രൂവൽ ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാജുവേഷൻ മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് BTech ആണെങ്കിലോ BA ആണെങ്കിലോ അങ്ങനെയുള്ള ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസൈറബിൾ ആയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നൊരു ഡിസൈറബിൾ ക്വാളിറ്റി കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും, ഡിഗ്രി പാസ് ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ. ഇനിയും ഈ ഒരു പ്രായപരിധിയിൽ SC ST OBC വിഭാഗങ്ങൾക്ക് മതിയായ ഇളവ് ലഭിക്കും. അതായത് OBC വിഭാഗങ്ങൾക്ക് 3ഉം SC ST വിഭാഗങ്ങൾക്ക് 5ഉം വീതം ഈ ഒരു പ്രായത്തിന് ഇളവ് ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രായപരിധി കണക്കാക്കുന്നത് 10/8/2025 എന്ന ക്രമത്തിലാണ്. 10/8/2025 ഈ പറയുന്ന പ്രായപരിധി നിങ്ങൾ കടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയ. അപ്പോൾ 27 വയസ്സ് ഈ ഒരു 10/8/2025 തികയാത്ത ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം 19/7/2025 ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 10 ഓഗസ്റ്റ് 2025 വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീ പേയ്മെന്റ് ഉണ്ട്. ഈ ഒരു ഫീ പേയ്മെന്റ് അടയ്ക്കുവാനുള്ള സമയം നൽകിയിരിക്കുന്നത് 12-ാം തീയതിയാണ്. 12/8/2025 വരെ ഇതിനുള്ള സമയം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പേയ്മെന്റ് അടച്ചു പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ ഇത് മറന്നു പോകാനുള്ളൊരു അപകടം ഇതിനകത്തുണ്ട്. ഇനിയും ഓർത്തിരിക്കേണ്ടത് ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ളതാണ്. ഇതിന് എല്ലാ കാറ്റഗറീസും പേയ്മെന്റ് ചെയ്യണം. അത് 550 രൂപയാണ്. ഇത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് എന്ന രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാവരും അടയ്ക്കേണ്ടതാണ്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഈ 550 രൂപ അടയ്ക്കണം. എന്നാൽ ഇത് കൂടാതെ മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ളവര്, അവർ അൺറിസർവ്ഡ് ആണെങ്കിലും EWS ആണെങ്കിലും OBC ആണെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ഒരു 100 റുപ്പീസ് കൂടി അടയ്ക്കേണ്ടതുണ്ട്. അത് എക്സാം ഫീ ആയിട്ടാണ്. അങ്ങനെ ഈ ഒരു വിഭാഗത്തിലുള്ളവർ 650 രൂപയാണ് ഇവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. അതായത് ഒന്നുകൂടി പറയാം, മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ളവരും റിസർവേഷൻ ഒന്നുമില്ലാത്ത, അതായത് OBC വിഭാഗം EWS വിഭാഗം, ഈ 2 വിഭാഗവും ജനറൽ കാറ്റഗറിയും ഫീസായിട്ട് അടയ്ക്കേണ്ടത് 650 രൂപയാണ്. അല്ലാത്ത വിഭാഗങ്ങൾ 550 രൂപ മാത്രം അടച്ചാൽ മതി. 100 രൂപയുടെ ഒരു എക്സംഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വനിതകൾ, SC ST മുതലായ വിഭാഗങ്ങൾക്ക് എന്താണ്, നിങ്ങൾ 550 രൂപ മാത്രം അടച്ചാൽ മതി. ഈ ഒരു വിഭാഗത്തിൽ പെടാത്തവർ എന്ത് ചെയ്യുക, 650 രൂപയും അടയ്ക്കേണ്ടതാണ്.
ഇനിയും എക്സാമിനേഷന്റെ ഡിസിപ്ലിൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും റിട്ടൺ എക്സാമിനേഷൻ ആണുള്ളത്. റിട്ടൺ എക്സാമിനേഷൻ പ്രധാനമായിട്ടും രണ്ട് പാർട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും പിന്നീടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനുമാണ്. ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതിന് ഒരു മണിക്കൂറും 100 മാർക്കുമാണ് ഇവിടെ അഷ്വർ ചെയ്യുന്നത്. 100 ചോദ്യവുമുണ്ട്. ടയർ 1 എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് ആണ് ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് ജനറൽ സ്റ്റഡീസ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അടുത്തതായിട്ട് വരുന്നത് റീസണിങ് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിനുശേഷം വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഇവയ്ക്കെല്ലാം ഏതാണ്ട് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഓരോ മേഖലയ്ക്കും കൊടുക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്ക്, ജനറൽ സ്റ്റഡീസിൽ നിന്ന് 20 മാർക്ക്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 20 മാർക്ക്, റീസണിങ് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 20 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്ക്. ഇത്രയും മാർക്കാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് 1 മണിക്കൂറാണ് സമയമുള്ളത്. 100 മാർക്കുമാണ് ഇതിൽ ക്യാരി ഓവർ ചെയ്യുന്നത്. അടുത്തതായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇവിടെ 50 മാർക്കും 1 മണിക്കൂറുമാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് 20 മാർക്ക് നേടാൻ കഴിയും. അതിനുശേഷം ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. ഇനിയും അതിൽ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ആണ്. കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ 2 ക്വസ്റ്റ്യൻസും 10 മാർക്കും ഓരോന്നിനും വീതം ക്യാരി ഓവർ ചെയ്യുന്നുണ്ടാവും. ഇനി ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സും എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ നിന്ന് 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യവും ഇവിടെ ഉണ്ടാകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് മൂന്നാമതൊരു ഘട്ടമുണ്ട്. അത് ഇന്റർവ്യൂ ആണ്. ടയർ 3 ഇന്റർവ്യൂ എന്ന് പറയുന്നൊരു മേഖലയാണ്. ഇവിടെ 100 മാർക്കാണ് നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 280 മാർക്കിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ ഈ ഒരു ടയർ 1 അതായത് റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തവരെ മാത്രമേ ഇന്റർവ്യൂവിനായിട്ട് വിളിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ റിട്ടൺ മാർക്ക് നിങ്ങൾക്ക് 150 മാർക്കാണുള്ളത്. അതുകൂടി ഓർത്തിരിക്കുക. എഴുതി നിങ്ങൾ, അതായത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ചേർത്ത് നിങ്ങൾ 150 മാർക്ക് വാങ്ങുക, ഇന്റർവ്യൂവിൽ 100 മാർക്ക് വാങ്ങുക. അങ്ങനെ ടോട്ടൽ 280 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എസ് എസ് സി യോഗ്യതയിൽ ഏതാണ്ട് SSCക്ക് സമാനമായ ഒരു എക്സാമിനേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ SSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും PSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒക്കെ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിച്ച് നന്നായിട്ട് തയ്യാറെടുത്ത് തന്നെ എഴുതാവുന്നതാണ് ഈ എക്സാമിനേഷൻ. ഉടൻ തന്നെ ഈ എക്സാമിനേഷൻ നിങ്ങളെ തേടിയെത്തും. ഒരു 3-4 മാസത്തെ ഗ്യാപ്പുകൾ മാത്രമായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.